കൊണ്ടിരിക്കുകയായിരുന്നു ഈ വെള്ളം. അത് ശുദ്ധീകരിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ എന്നിട്ട് മൊത്തം ഡെപ്പോസിഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ വർക്കുകളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. 472 സൈസുള്ള 2 വെസലുകളാണ് വാലുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയ്ക്കധികം വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഇങ്ങനെ റിൻസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും, പുറത്തേക്ക് ക്ലിയർ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വീടുകളിലുണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. H2 വാട്ടർ സ്കൂളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളം ഫിൽറ്റർ ചെയ്യാവുന്നത് വലിയ അളവിൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. വലിയൊരു കിണറാണ് കണ്ടത്. വളരെ പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നമാണ്. വലിയ രീതിയിൽ ചെളി വന്ന് നിറഞ്ഞിട്ട് ഇവിടുത്തെ പൈപ്പ് സിസ്റ്റങ്ങളും ഇവിടുത്തെ ഒരു പൂളമാണ്. ഒരു ദിവസം 10,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ വെള്ളം തീരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൂളിൻ്റെ അടിഭാഗം മൊത്തം കറ പിടിക്കുക, ടാപ്പുകൾ മൊത്തം ബ്രൗൺ ആയി മാറുക. അപ്പോൾ ഇത് വലിയൊരു കിണറുമാണ്, പക്ഷെ വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതലാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫിൽട്രേഷൻ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ മുഴുവൻ കംപ്ലൈൻ്റ് ആയിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിത് ശരിയാക്കാൻ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കിണർ നമുക്ക് കാണാം, വലിയൊരു കിണറാണ്. ഇതിൻ്റെ അടിഭാഗം മൊത്തം ചെളിയാണ്. നമുക്ക് എത്ര ഒരു പാടം പോലത്തെ പ്രദേശമാണ്. അപ്പോൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവില്ല. ഇങ്ങനെ അയൺ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫുള്ള് മഞ്ഞാണ് കണ്ടോ. ഇവിടുത്തെ വെള്ളം എടുക്കുന്ന പൈപ്പാണ്. ഫുള്ള് വെള്ളം മഞ്ഞ നിറയായിട്ട് വരികയാണ്. ഇതിൻ്റെ ചില സമയത്ത് ഇതിലും കൂടുതലായിട്ട് കാണും. അപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സ്വിമ്മിംഗ് പൂള് മൊത്തം കറ പിടിച്ചിട്ടും ബാത്റൂംസും അല്ലെങ്കിൽ ഇത് സ്കിൻ അലർജിയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നം കൊണ്ടിരിക്കുകയായിരുന്നു ഈ വെള്ളം. അത് ശുദ്ധീകരിക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്നത് 24-72 ടോപ്പ് ആൻഡ് ബോട്ടം വെസലാണ്. നമുക്ക് അടുത്ത് പോയിട്ട് കാണാം. ടോപ്പ് ആൻഡ് ബോട്ടം വെസലിൽ ഹൈ ഫ്ലോ റേറ്റ് ആയിരിക്കും. കാരണം ഇത്രയധികം വെള്ളം ഉപയോഗിക്കുമ്പോൾ സാധാരണ വെസലിൽ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടം വെസലാണ് ഉപയോഗിക്കുന്നത്. ടാറ്റയുടെ വെസലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഫില്ലിങ്സ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ കൃത്യമായിട്ടും സയൻറ്റിഫിക് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമുക്ക് നടന്നു പോയിട്ട് ഇവിടുന്ന് ഒരു 500 മീറ്ററോളം അകലെയാണ് സ്വിമ്മിംഗ് പൂളും ഒപ്പം തന്നെ നമ്മുടെ ഫിൽറ്റർ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, അതൊക്കെ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിൽട്രേഷൻ്റെ സംവിധാനങ്ങൾ പോയി കാണാം. നമുക്ക് ഫിൽറ്റർ കാണുന്നതിന് മുമ്പ് നമുക്ക് മുകളിൽ കയറിയിട്ട് ടാങ്ക് കാണാം. ഈ ടാങ്കിലേക്കാണ് നേരത്തെ കാണുന്ന വെള്ളം, കിണറ്റിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത്. വലിയ കളക്ഷൻ ടാങ്കുകളാണ്. ഒരു ബ്രൗൺ കളർ പോലെ കാണാം. നിങ്ങൾക്ക് മൊത്തം പറ്റി പിടിച്ചിട്ട് വലിയ ചെളിയുള്ള വെള്ളമാണ്. ഇത് മൊത്തം വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുള്ള സ്ഥലമായിരുന്നു. ഇത് 2 ആഴ്ച കൂടുമ്പോൾ കഴുകുന്ന ടാങ്കാണ്. എന്നിട്ട് മൊത്തം ഡെപ്പോസിഷനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. നമ്മുടെ വർക്കുകളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കണ്ട പൈപ്പിലൊക്കെ ഡെപ്പോസിറ്റ് വന്നിട്ട് അയണിൻ്റെ ഡെപ്പോസിറ്റ് വന്നിട്ട് പൈപ്പൊക്കെ മൂടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ അടിയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെസലിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 24-72 എന്ന് പറഞ്ഞ സൈസിലുള്ള വലിയ വെസലാണ് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ഫില്ലിങ്സ് ഒന്നും മുഴുവനായിട്ട് കാണിക്കുന്നില്ല. മുമ്പത്തെ വീടുകളിൽ ചിലതൊക്കെ ഫില്ലിങ്സ് കാണിച്ചിട്ടുണ്ട്, അത് കാണിക്കുന്നില്ല. നമ്മുടെ തന്നെ ഒരു റിസർച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. നമുക്ക് വലിയ സിസ്റ്റങ്ങൾക്ക്, വലിയ പൂൾ പോലെയുള്ള അല്ലെങ്കിൽ വലിയ അളവിൽ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ വർക്കാവുന്ന സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 2 ടാറ്റ വെസലാണ്. 24-72 സൈസുള്ള 2 വെസലുകളാണ്. വാൽവ് സിസ്റ്റമൊക്കെ ഇനീഷ്യേറ്റീവ് എന്ന കമ്പനിയുടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ വലിയ പൈപ്പുകൾ വഴി അയക്കണം എത്തുന്നത്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു വലിയൊരു ഇൻ്റർനാഷണൽ പൂളാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഉണ്ട്. അതിൻ്റെ ബാക്ക് സൈഡാണ്, അതുകൊണ്ടാണ് ലാശം വെളിച്ചം കുറവാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ 2 വെസലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 വെസലിൽ ഒരെണ്ണത്തിൽ നമ്മൾ കാറ്റലോക്സും ഒരെണ്ണത്തിൽ നമ്മൾ ടർബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി കലക്കമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ശരിക്കും ജ്യൂസ് പോലെയാണ്. ഒരു മാംഗോ ജ്യൂസൊക്കെ അത്രയ്ക്കും ബ്രൗണിഷ് കളർ, യെല്ലോയിഷ് കളറാണ് ഇവിടുത്തെ വെള്ളത്തിന്. അപ്പോൾ നമ്മുടെ അപ്പോൾ നമുക്ക് ഫിൽറ്ററിൻ്റെ ഔട്ടിലെ വെള്ളം നോക്കാം. നമ്മുടെ സെക്കൻഡ് ഫിൽറ്ററിൻ്റെ ഔട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് വെച്ചിട്ടുണ്ട്. കളക്ട് ചെയ്യാൻ ടാപ്പിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ക്ലാരിറ്റി ആയിട്ടുണ്ട് എന്നുള്ളത്. വെളിച്ചക്കുറവുണ്ട് കണ്ടോ, വെള്ളത്തിൻ്റെ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് വെള്ളം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ദിവസം നമുക്ക് 1,00,000 ലിറ്റർ വെള്ളം ആവശ്യം വരും. കാരണം അത് വലിയൊരു പൂളാണ്. എപ്പോഴും 10,000 ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കാരണം പൂളാകുമ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു ഇന്റർനാഷണൽ പൂളാണ്. അപ്പോൾ ഒരുപാട് പേര് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നതാണ്. കാലത്ത് 7 തൊട്ട് രാത്രി 8 മണി വരെ ഇങ്ങനെ പൂളിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയ്ക്കധികം വെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഇങ്ങനെ റിൻസ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കും പുറത്തേക്ക്. അപ്പോൾ ഇവർക്ക് വെള്ളത്തിന്റെ ആവശ്യം കൂടുതലാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളം ഭയങ്കര ചെളിയാണ്. മറ്റേ മാംഗോ ജ്യൂസൊക്കെ അത്രയും കട്ടിക്ക് ചെളിയാണ്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ആ വെള്ളമാണ് നമ്മൾ ക്ലിയർ ആക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വീടുകളിലുണ്ടാവും. നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടാം. നമുക്ക് ഇവിടെയൊക്കെ നമ്മൾ വലിയ സിസ്റ്റമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനത്തെ സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ നമ്പർ താഴെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ സൈഡിൽ കൺസൾട്ടൻസി നമ്പർ ഉണ്ട്. കൺസൾട്ടൻസി നമ്പറിൽ വാട്ടർ എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളായാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങൾ കൃത്യമായിട്ട് സൊല്യൂഷൻ നിങ്ങളിലേക്ക് എത്തും. ഇവിടെ ചെളി കലർന്ന വെള്ളമായിരുന്നു, നമ്മളത് സോൾവ് ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരെ നന്ദി.